Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. 9ാം ക്ലാസ് ഇംഗ്ലീഷിൽ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ലെറ്റർ ടു എഡിറ്റർ. വളരെ പ്രധാനപ്പെട്ട 6 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യം എങ്ങനെയാണ് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി ആൻസർ ചെയ്യേണ്ടത് എന്ന് ഈ കുഞ്ഞു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോരുത്. അവസാനം വരെ കാണാം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവും അതിന്റെ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ലെറ്റർ ടു എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പത്രാധിപനോ ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർക്ക് അയക്കുന്ന ലെറ്ററിനെയാണ് ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയാം. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലെറ്റർ ടു എഡിറ്ററിന്റെ ഫോർമാറ്റ് എന്താണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു എ ഫോർമൽ ലെറ്റർ. സോ എന്തൊക്കെ വേണം ആ ഫോർമൽ ലെറ്ററിൽ അല്ലെങ്കിൽ ലെറ്റർ ടു എഡിറ്ററിൽ എന്ന് കൃത്യമായി കേട്ടോളൂ. സ്റ്റെപ്പ് നമ്പർ 1, ഒന്നാമത്തെ സ്റ്റെപ്പ്, സെൻഡേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം. ഇടതുഭാഗത്ത് അല്ലെ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് എഴുതുന്ന ആളുടെ അഡ്രസ് പേരില്ലാതെ എഴുതുക. സ്റ്റെപ്പ് നമ്പർ 1. എന്നിട്ടൊരു സ്പേസ് വിടുക. ഓക്കെ, ഇമാജിൻ ചെയ്യുക കേട്ടോ, ഞാനിത് കാണിച്ചു തരാം. രണ്ടാമത്തത് ഡേറ്റ് എഴുതുക എന്നുള്ളതാണ്. ഡേറ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ 23rd February 2025, അല്ലാതെ 23/2/25 എന്ന് എഴുതി വെക്കരുത്. സ്റ്റെപ്പ് നമ്പർ 3, റിസീവേഴ്സ് അഡ്രസ്. ആർക്കാണോ കത്ത് എഴുതുന്നത്, ഇപ്പൊ ലെറ്റർ ടു എഡിറ്റർ ആണെങ്കിൽ എഡിറ്റർ ഒരു ന്യൂസ് പേപ്പറിന്റെ പേര്, ഇന്ന സ്ഥലത്തിന്റെ പേര്, ഫോർ എക്സാമ്പിൾ എഡിറ്റർ ഇന്ത്യൻ എക്സ്പ്രസ് കൊച്ചി, ഈ രീതിയിൽ എഴുതുന്നു. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എന്താണ് എന്ന് പറയുന്നു. അതായത് എന്തിനെ കുറിച്ചാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് എന്ന് ഏറ്റവും ചെറിയ ഒരു സെന്റൻസിൽ അവിടെ അഡ്രസ് ചെയ്യുന്നു. കാര്യം ഇത് ലോജിക്കലാണ്. ഈ വായിക്കാൻ പോകുന്ന ആള്, എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പറിന് പെട്ടെന്ന് കാര്യം മനസ്സിലാവണം. ഓക്കെ, ഈ അഡ്രസ് അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ചാണ് ഈ കത്ത് അഡ്രസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് എഴുതുന്നു? സാല്യൂട്ടേഷൻ എഴുതുന്നു. ഓക്കെ, ഇത് ചില ടീച്ചേഴ്സ് തിരിച്ച് സ്വാപ്പ് ചെയ്ത് ആദ്യം സാല്യൂട്ടേഷൻ പിന്നെ സബ്ജക്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ നമ്മളൊരു മെയിലിന്റെ ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഈ മെയിലിൽ നമ്മൾ ആദ്യം സബ്ജക്ട് ചെയ്തിട്ട് പിന്നെയാണ് സാല്യൂട്ടേഷൻ കൊടുക്കാറ്. സോ ആ ഫോർമാറ്റ് പിന്തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് അടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ സാല്യൂട്ടേഷൻ നമുക്ക് റെസ്പെക്റ്റഡ് സാറിനോ അല്ലെങ്കിൽ മാഡം എന്നോ അഡ്രസ് ചെയ്യാം. അതിനുശേഷം ബോഡി ഓഫ് ദ ലെറ്റർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള സ്ഥലമാണ്. പക്ഷേ അതിന് നമുക്കൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ പാർട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. ഒന്നാമത്തെ പാർട്ട് എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. എന്താ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ബ്രീഫ്ലി സ്റ്റേറ്റ് ദ ഇഷ്യൂ, അല്ലെ, ഇന്ന കാര്യത്തെക്കുറിച്ച് ഇതൊക്കെയാണ് പ്രശ്നം, ഇതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അതാണ് ഇൻട്രൊഡക്ഷൻ. അടുത്തത് മെയിൻ കോണ്ടന്റ് ആണ്. മെയിൻ കോണ്ടന്റിൽ നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അത്യാവശ്യം വിശദീകരിച്ച് പറയുന്നു. ഒരുപാടൊന്നും എഴുതണ്ട, 6 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി കൺക്ലൂഷൻ. എന്താണ് കൺക്ലൂഷനിൽ പറയേണ്ടത്? റിക്വസ്റ്റ് ആക്ഷൻ ഓർ എക്സ്പ്രസ് ഹോപ്പ് ഫോർ എ സൊല്യൂഷൻ. അതായത് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷന് വേണ്ടിയുള്ള പ്രതീക്ഷ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ കൺക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഇതാണ് ബോഡി ഓഫ് ദ ലെറ്റർ. അത് 6ാമത്തെ സ്റ്റെപ്പാണ്. അപ്പൊ അതിൽ നിങ്ങൾ സബ് ടോപ്പിക്കലായിട്ട് അല്ലെങ്കിൽ പാസേജുകളായിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ക്ലോസ് ആണ്. കോംപ്ലിമെന്ററി ക്ലോസ് ആണ്. CLAUSE ആണ് കേട്ടോ. കോംപ്ലിമെന്ററി ക്ലോസ്. എന്താ കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കത്ത് അവസാനിപ്പിക്കാൻ വളരെ ഫോർമൽ ആയിട്ട് എന്ത് ചെയ്യണം? സിൻസിയർലി എന്നോ വിത്ത് റെസ്പെക്ട് എന്നോ ഏത് രീതിയിൽ ഒരു ആ സാധനത്തിനെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലോസ് കൊടുക്കണം. ഐ ഗിവ് എക്സാമ്പിൾ. അതിനുശേഷം നെയിം ഓഫ് ദ സെൻഡർ. കാരണം ഇവിടെ മാത്രമേ നമ്മൾ സെൻഡറിന്റെ പേര് പറയുന്നുള്ളൂ. ദെൻ കോംപ്ലിമെന്ററി ക്ലോസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു SD അല്ലെങ്കിൽ സൈൻഡ് എന്നുള്ളതിന് ഷോർട്ടായിട്ട് SD എന്ന് എഴുതാം. ദെൻ നെയിം ഓഫ് ദ സെൻഡർ നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്ക് 9ാം ക്ലാസ്സിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചോദ്യം ഞാൻ പറയാം. അത് ടോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നമ്മൾ ഒരു ലെറ്റർ ടു എഡിറ്റർ എന്തിനെ കുറിച്ച്? ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിന്റെ മോശം എഫക്റ്റുകൾ, അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ ടീനേജേഴ്സ്, ഇതിനെ കുറിച്ച് നമ്മളൊരു ലെറ്റർ ടു എഡിറ്റർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. നോക്കൂ, സ്റ്റെപ്പ് നമ്പർ 1, റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം. ഗ്രീൻവില്ല, പയ്യോളി, കോഴിക്കോട്, കേരള. സോ പേര് എഴുതേണ്ട ആവശ്യമില്ല, അഡ്രസ്. ദെൻ ഒരു സ്പേസ് ഇടുന്നു, ഡേറ്റ് എഴുതുന്നു 23rd February. ഇവിടെ എന്തുകൂടെ ആഡ് ചെയ്യണം? ഇയർ കൂടെ ആഡ് ചെയ്യണം. സോ 23rd February 2024 2025 എന്ന് എഴുതുന്നു. ദെൻ 3ാമത്തെ സ്റ്റെപ്പ് റിസീവേഴ്സ് അഡ്രസ് ആണ്. ദ എഡിറ്റർ ഇന്ത്യൻ എക്സ്പ്രസ് കോഴിക്കോട്, ദ എഡിറ്റർ ദ ഹിന്ദു കൊച്ചി, എന്ത് വേണമെങ്കിലും എഴുതാം. സോ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്തിലേക്ക് പോകുന്നു? സബ്ജക്ട്. സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറയണം. എന്താ? അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ഓൺ ചിൽഡ്രൻ ആൻഡ് യങ്സ്റ്റേഴ്സ്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചാണ് ലെറ്റർ എഴുതേണ്ടതുള്ളത്. സോ അത് സബ്ജക്റ്റിന്റെ പൊസിഷനിൽ കൊണ്ടുവച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം
സാല്യൂട്ടേഷൻ സർ ഓ മാഡം, നമുക്കറിയില്ല സർ ഓ മാഡം. അതിനുശേഷം ആദ്യത്തെ കാര്യം പറയുന്നു, ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് കേട്ടോളെ. ഐ ആം ഇൻട്രൊഡക്ഷൻ ആണ്, ബോഡി ഓഫ് ദ ലെറ്ററിലെ ഇൻട്രൊഡക്ഷൻ ആണ്. ഐ ആം റൈറ്റിംഗ് ടു ഷെയർ മൈ കൺസേൺ അബൌട്ട് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ഓൺ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ. ഞാൻ കുട്ടികളിലെയും ചെറുപ്പക്കാരായ ആളുകളിലെയും ഈ പരസ്യങ്ങളുടെ അഡ്വർടൈസ്മെന്റ്സിന്റെ മോശമായിട്ട് അഡ്വേഴ്സ് ആയിട്ടുള്ള ഫലങ്ങളെ കുറിച്ച്, എഫക്ട്സിനെ കുറിച്ച് എന്താ പറയാ, എന്റെ കൺസേൺ, എന്റെ ആശങ്ക ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. ആസ് എ സ്റ്റുഡന്റ് ആൻഡ് കൺസേൺ സിറ്റിസൺ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്ന നിലയിലും ഐ ഫീൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു അഡ്രസ് ദിസ് ഇഷ്യൂ ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദ യങ് ജനറേഷൻ. ചെറുപ്പക്കാരായുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ ഇഷ്യൂ അഡ്രസ് ചെയ്യുക, അഭിസംബോധന ചെയ്യുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറയാണ്. ടുഡേ, ഇന്ന് ആഡ്സ് ആർ എവ്രിവെയർ, അല്ലെ, പരസ്യങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓൺ TV, സോഷ്യൽ മീഡിയ ആൻഡ് ഈവൺ ഇൻ സ്കൂൾസിന് പോലും എന്തുണ്ട്, അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്. ദീസ് ആഡ്സ് ഓഫൺ creates false needs and influence children to buy things they do not actually require. സോ ഈ അഡ്വർടൈസ്മെന്റ്സ് കുട്ടികളിൽ എന്തുണ്ടാക്കുന്നു, അനാവശ്യമായ ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള, അതായത് അവർക്ക് ശരിക്കും അങ്ങനെ ഒരു നീഡ് ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ചില പരസ്യങ്ങൾ കാണുമ്പോൾ ഓക്കെ ഇതെനിക്ക് ആവശ്യമാണ്, ഇതെനിക്ക് നീഡാണ് എന്നവർക്ക് തോന്നും. ഇനി അത് മാത്രമല്ല, ഇവരുടെ ഈ പറയുന്ന ബൈയിങ് ചോയ്സുകളൊക്കെ എന്ത് ചെയ്യും, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും, അനാവശ്യമായ കാര്യങ്ങൾ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. മെനി അഡ്വർടൈസ്മെന്റ്സ് പ്രൊമോട്ട് ജങ്ക് ഫുഡ്, അല്ലെ, നമ്മൾ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് ഈ ജങ്ക് ഫുഡിനെ, കുട്ടികൾക്ക് ദോഷകരമായിട്ടുള്ള ഹാർംഫുൾ ആയിട്ട് ഫുഡ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ക്യാൻ ലീഡ് ടു അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഒബീസിറ്റി, അല്ലെ, പൊണ്ണത്തടിയിലേക്കൊക്കെ ഇത് നയിക്കും. Some beauty and fashion ads make youngsters feel insecure about their looks. ചില ബ്യൂട്ടി ആൻഡ് ഫാഷൻ ആഡ്സ് കുട്ടികൾക്ക് അവരുടെ ലുക്കിനെ കുറിച്ച്, അവരുടെ അപ്പിയറൻസിനെ കുറിച്ച്, അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ കുറിച്ച് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യിപ്പിക്കും, അല്ലെ. കാരണം അവർ പറയുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സോ അവർ പറയുന്ന സൗന്ദര്യമോ ഈ മോഡൽസിന്റെ എന്താ പറയുക ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും ആർക്കും കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ആ ഇൻസെക്യൂരിറ്റി അവരെന്ത് ചെയ്യും, അവർ ക്യാഷ് ചെയ്യും. ഓക്കെ, ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാനും അവരെ പോലെ ആകും എന്ന് ഉള്ള ഒരു ഫോൾസ് പ്രോമിസ് ആണ് ഈ അഡ്വർടൈസ്മെന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അഫക്റ്റിംഗ് ദർ സെൽഫ് കോൺഫിഡൻസ്, ഇത് കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസിനെ, ആത്മവിശ്വാസത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇൻ അഡീഷൻ, ഇത് കൂടാതെ എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആഡ്സ് എൻകറേജ് അൺനെസസറി സ്പെൻഡിങ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചിലവഴിക്കലിന് കാരണമാകും, അല്ലെ. ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തിനാണ് iPhone 16 Pro Max, +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തിനാണ് MacBook Air. ഇത് പക്ഷെ നമുക്ക് ഇതൊക്കെ ഒരു സ്റ്റേറ്റസ് സിമ്പിളായി മാറുമ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെ നമ്മുടെ മുന്നിൽ കൂടെ ഫ്ലാഷ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ അത് വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യും, നിർബന്ധം പിടിക്കും. അപ്പൊ നമ്മുടെ പാരന്റ്സ് ഫോഴ്സ്ഡ് ആവുന്നു. നോക്കൂ, ആൻഡ് പുട്ടിംഗ് ഫിനാൻഷ്യൽ പ്രഷർ ഓൺ ഫാമിലീസ്, ഇത് നമ്മുടെ ഫാമിലീസിൽ വലിയ ഫിനാൻഷ്യൽ പ്രഷർ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇനിയോ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, കാര്യം പറയാം, എന്തിനാണ് ഞാൻ കത്ത് എഴുതുന്നത്. ഐ റിക്വസ്റ്റ് അതോറിറ്റീസ് ടു റെഗുലേറ്റ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് പ്രൊമോട്ട് മോർ ആൻഡ് മോർ റെസ്പോൺസിബിൾ അഡ്വർടൈസിങ്, അല്ലെ. അതായത് ഞാൻ നിങ്ങൾക്ക് ഈ കത്ത് എഴുതുന്നതോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അതോറിറ്റീസിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, എങ്ങനെ ഈ പറയുന്ന മിസ്ലീഡിംഗ് ആയിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്നിട്ടോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തത്തോടെയുള്ള പരസ്യങ്ങൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. Parents and teachers should also guide children to make wise choices. ഇനിയോ to address this issue, ഈ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ, ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു എന്ത്, ടു പബ്ലിഷ് ആൻ ആർട്ടിക്കിൾ, നിങ്ങളുടെ പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം പബ്ലിഷ് ചെയ്യാൻ, ഹൈലൈറ്റിംഗ് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ്. ഓക്കെ, കഴിഞ്ഞു. ഇനി കോംപ്ലിമെന്ററി ക്ലോസ്. താങ്ക് യു ഫോർ കൺസിഡറിങ് മൈ വ്യൂസ് ഓൺ ദിസ് ഇമ്പോർട്ടന്റ് ഇഷ്യൂ, അല്ലെ. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂല് എന്റെ വ്യൂസ് കൺസിഡർ ചെയ്തതിൽ, പരിഗണിച്ചതിൽ നിങ്ങളോട് നന്ദി എന്ന് പറയുന്നു. ദെൻ സിൻസിയർലി, അല്ലെങ്കിൽ റെസ്പെക്ട്ഫുള്ളി, എന്നിട്ട് ഇവിടെ SD സൈൻഡ് എന്നുള്ളതിന്റെ ഷോർട്ടാണ്, പേരും കൂടി എഴുതും. എന്റെ പേരാണ്, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേര് എഴുതാം, നാസർ ഫാറുദ്ദീൻ. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഒരു ലെറ്റർ ടു എഡിറ്റിന്റെ കൃത്യമായ സ്ട്രക്ചർ പറഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽഡ് ആയി ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ പറഞ്ഞു. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറന്നു വരുന്നത്. താങ്ക് യു എവ്രിബഡി. സോ ബൈ.